നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. മംഗളൂരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. തീവ്ര ഹിന്ദു സംഘടനാ നേതാവിനെ വെട്ടിക്കൊന്നു. സുഹാസ് ഷെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. സുറത്കൽ ഫാസിൽ കൊലക്കേസിലെ പ്രധാന പ്രതിയാണ് കൊല്ലപ്പെട്ട സുഹാസ് ഷെഡ്ഡി. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, മംഗളൂരുവിലെ നിലവിലെ സ്ഥിതി എന്താണ്? എപ്പോഴായിരുന്നു ഈ കൊലപാതകം? വിവരങ്ങൾ. ഉന്മേഷ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. മംഗളൂരു ബൽത്തങ്കിടി സ്വദേശിയായ ഈ സുഹാസ് ഷെട്ടി സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനിടെയാണ് 2 വാഹനങ്ങളിലെത്തിയ സംഘം സുഹാസ് ഷെട്ടിയെ തടഞ്ഞത്. തുടർന്ന് മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഏജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സുറത്കൽ ഫാസിൽ കൊലക്കേസിലെ പ്രധാന പ്രതിയാണ് ഈ കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ സുറത്കൽ ഫാസിൽ കൊല്ലപ്പെടുന്നത്. 2022 ജൂലൈ 28-ലായിരുന്നു. ഇതിൽ ഈ സുഹാസ് ഷെട്ടിക്ക് പ്രധാനമായ പങ്ക് വഹിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബജ്രംഗ് ദളിന്റെ മുൻ നേതാവാണ്, സജീവ പ്രവർത്തകനാണ് ഈ സുഹാസ് ഷെട്ടി. നിരവധി കൊലക്കേസുകളിലും പ്രതിയാണ്. ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഈ കൊലപാതകം ഉണ്ടായത്. മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായി. അതിന് പിന്നാലെ ഇനിയും കൊലപാതകം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് മംഗളൂരു നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. UAE-യിൽ ചൂട് ഉയരുന്നു. പകൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെയായി. താപനിലയിലെ വർധനവിനെ തുടർന്ന് UAE-യിലെ പല സ്കൂളുകളും പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി UAE-യിൽ താപനിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പകൽ സമയങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചതായി UAE-യിലെ വിവിധ സ്കൂളുകൾ അറിയിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്കൂൾ സമയം അധികൃതർ പുനഃക്രമീകരിച്ചത്. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:15 മുതൽ ഉച്ചയ്ക്ക് 1:35 വരെയാണ് പഠന സമയം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 7:15 ക്ലാസുകൾ ആരംഭിക്കുമെങ്കിലും 11 മണിയോടെ ക്ലാസുകൾ അവസാനിക്കും. സ്കൂൾ ഗേറ്റുകൾ രാവിലെ 7 മണിക്ക് തുറക്കുമെന്നും 7:30 അടയ്ക്കുമെന്നും സമയം പുനഃക്രമീകരിച്ച സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. വരും ദിവസങ്ങളിലും UAE-യിൽ താപനില ഉയർന്നതിനെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 ദുബായ്. ഇന്ത്യയിൽ ഫാർമസി കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സൗദിയിൽ ജോലി ചെയ്യാനുണ്ടായിരുന്ന തടസ്സം നീങ്ങുന്നതായി സൂചന. ഫാംഡി കോഴ്സ് എടുത്തവർക്ക് ഫാർമസിസ്റ്റായി ജോലി ചെയ്യാനുള്ള പരീക്ഷ എഴുതാനുണ്ടായിരുന്ന തടസ്സം നീങ്ങി. മറ്റ് കോഴ്സുകൾ എടുത്തവർക്ക് ഫാർമസി ടെക്നീഷ്യനായും ജോലി ചെയ്യാം. ഫാംഡി അഥവാ ഡോക്ടർ ഓഫ് ഫാർമസി കോഴ്സ് ഇന്ത്യയിൽ പൂർത്തിയാക്കിയവർക്ക് സൗദിയിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യാനുള്ള അവസരം 2019 മുതലാണ് ഇല്ലാതായത്. ഇപ്പോൾ ആ തടസ്സം നീങ്ങി. ഇന്ത്യയിൽ ഡീംഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഫാംഡി എടുത്തവർക്ക് സൗദിയിൽ ഫാർമസിസ്റ്റായോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായോ ജോലി ചെയ്യാനുള്ള പരീക്ഷ എഴുതാം. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ സൗദി ഫാർമസിസ്റ്റ് ലൈസൻസർ എക്സാം നാട്ടിലോ സൗദിയിലോ എഴുതാനുള്ള സൗകര്യമുണ്ട്. അതേസമയം DPharm, BPharm, MPharm എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് ഫാർമസി ടെക്നീഷ്യൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടെന്നും സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ പറഞ്ഞു. അവർ അപേക്ഷിക്കേണ്ടത്, അതായത് ഫാംഡി കഴിഞ്ഞ കുട്ടികൾ ഫാർമസിസ്റ്റ് എന്നുള്ള തസ്തികയിലാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ അവർക്ക് എലിജിബിലിറ്റി കോഡ് കിട്ടുന്നത് SPLE എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാർമസിസ്റ്റായിട്ട് എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ടാവും. അതേപോലെ തന്നെ ഡിപ്ലോമയും ബാച്ചിലറും മാസ്റ്ററും കഴിഞ്ഞവർക്ക് ഫാർമസി ടെക്നീഷ്യൻ എന്നുള്ള കോഡാണ്, എലിജിബിലിറ്റി കോഡാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ടെക്നീഷ്യൻ എക്സാം എഴുതാനുള്ള അവസരം. ഈ എക്സാം ഇന്ത്യയിൽ നിന്നും അതേപോലെ തന്നെ സൗദിയിൽ നിന്നും എഴുതാനുള്ള അവസരം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ കോഴ്സ് പൂർത്തിയാക്കിയവരിൽ ഫാംഡി എടുത്തവർക്ക് മാത്രമാണ് നിലവിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യാൻ സൗദിയിൽ അനുമതിയുള്ളത്. അതേസമയം സൗദി ഫാർമസി കോളേജുകളിലോ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖലയിലോ ജോലി ചെയ്യാൻ ഫാർമസി കോഴ്സുകൾ എടുത്തവർക്ക് പ്രത്യേക പരീക്ഷ ആവശ്യമില്ല. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇസ്രയേലിലെ ജെറൂസലേമിൽ കാട്ടുതീ പടരുന്നു. 3000-ഓളം ഏക്കർ പ്രദേശം കത്തിനശിച്ചു. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് ഇസ്രയേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച രാവിലെ ജെറുസലേം കുന്നുകളിലുണ്ടായ കാട്ടുതീ വൈകുന്നേരത്തോടെ ലാട്രൂൺ, നെവ്ഷാലോം, എഷ്താവോൾ എന്നിവിടങ്ങളിലേക്ക് പടർന്നു.
ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും തീപടരാൻ കാരണമായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തീയണയ്ക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സഹായം തേടി. വിമാനങ്ങൾ കൂടാതെ ഹെലികോപ്റ്ററുകളും തീയണയ്ക്കാനുള്ള ദൌത്യത്തിനുണ്ട്. ഗ്രീസും ഇറ്റലിയും ക്രൊയേഷ്യയും കൂടുതൽ അഗ്നിരക്ഷാ സാമഗ്രികൾ ജെറുസലേമിലേക്ക് എത്തിച്ചു. ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകൾ അടച്ചു. ദേശീയോദ്യാനങ്ങളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇതെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. വിസ നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാൻ അനുവദിച്ച 3 മാസത്തെ കാലയളവ് ഈ മാസം 9-ന് സമാപിക്കും. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി ഇതിനകം രാജ്യം വിട്ടത്. ഫെബ്രുവരി 9-ന് നിലവിൽ വന്ന 3 മാസത്തെ പൊതുമാപ്പ് കാലയളവ് അഥവാ ഗ്രേസ് പീരീഡ് മെയ് 9-ന് അവസാനിക്കും. മതിയായ താമസ രേഖകളില്ലാതെ അനധികൃതമായി ഖത്തറിൽ കഴിയുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുന്നതാണ് പൊതുമാപ്പ്. പ്രവാസികളുടെ എൻട്രി, എക്സിറ്റ്, റെസിഡൻസ് എന്നിവ നിയന്ത്രിക്കുന്ന 2015-ലെ നിയമം ലംഘിക്കുന്നവർക്ക് ഇളവുകൾ ഉപയോഗപ്പെടുത്തി രാജ്യം വിടാൻ അനുവാദം നൽകുന്നതാണ് 3 മാസത്തെ ഈ കാലയളവ്. നിയമലംഘകർക്ക് ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ സൽവാർ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിലെത്തിയോ ഗ്രേസ് പീരീഡ് ഉപയോഗപ്പെടുത്താമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം ഓഫീസിന്റെ പ്രവർത്തന സമയം. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസം തുടരുക, സന്ദർശക കുടുംബ വിസകളിലെത്തി കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുക തുടങ്ങി വിവിധ വിസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഹമദ് വിമാനത്താവളത്തിലെത്തി നടപടികൾ പൂർത്തിയാക്കി തന്നെ നിയമപ്രകാരം നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണിത്. റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്തവർ, RP കാലാവധി കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലും പുതുക്കാതെ രാജ്യത്ത് തുടരുന്നവർ, തൊഴിലുടമയിൽ നിന്നൊളിച്ചോടി രാജ്യത്ത് തുടരുന്നവർ തുടങ്ങിയ വിഭാഗക്കാരാണ് സാധാരണ നിലയിൽ അനധികൃത താമസക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുക. അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് നിയമപരമായ ബാധ്യതകളോ തടസ്സങ്ങളോ ഉണ്ടാവാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. സാമ്പത്തിക കേസ് ഉൾപ്പെടെയുള്ളവർക്ക് അത് പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ അനുവാദമുണ്ടാകൂ. തൊഴിൽ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ദുരിതം നേരിട്ട നിരവധി പേർ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ഇതിനോടകം രാജ്യം വിട്ടിട്ടുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിലെ ഇന്ത്യൻ എംബസി അപ്പെക്സ് സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം രാഗ് തരംഗ് എന്ന പേരിൽ തൊഴിലാളികൾക്കായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന ആഘോഷം മെയ് 9-ന് ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൗണിൽ നടക്കുമെന്ന് ICBF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഖത്തറിലെ ദീർഘകാല പ്രവാസികളായ 20 ഇന്ത്യൻ പ്രവാസികളെ ആദരിക്കുമെന്നും ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 9-ന് വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 8,000 മുതൽ 10,000 വരെ പ്രവാസി ഇന്ത്യക്കാർ പങ്കെടുക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിപുൽ മുഖ്യാതിഥിയായിരിക്കും. വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാർ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി എന്നിവയുടെ സാന്നിധ്യവുമുണ്ടാകും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് 1984-ൽ ആരംഭിച്ച അപ്പെക്സ് സംഘടനയായ ICBF കഴിഞ്ഞ വർഷമാണ് 1 വർഷം നീണ്ടുനിന്ന വിപുലമായ പരിപാടികളോടെ 40ാം വാർഷികം ആഘോഷിച്ചത്. ICBFന് കീഴിലെ അസോസിയേറ്റഡ് ഓർഗനൈസേഷനിലെ കലാകാരന്മാരും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും നൃത്ത പരിപാടികളും മറ്റും അവതരിപ്പിക്കും. ICBF കാഞ്ചാണി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാനവാസ് ബാവ, വൈസ് പ്രസിഡന്റ് റഷീദ് അഹമ്മദ്, ജനറൽ സെക്രട്ടറി ദീപക് ഷെട്ടി, അംഗങ്ങളായ നിർമ്മല ഗുരു, ഖാജ നിസാമുദ്ദീൻ, മണി ഭാരതി എന്നിവർ പങ്കെടുത്തു. 41ാം വർഷത്തിലേക്ക് കടക്കുന്ന ICBF ഈ വർഷം മുതൽ തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും ഷാനവാസ് ബാവ പറഞ്ഞു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ICBF പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം എല്ലാ മാസങ്ങളിലും ക്യാമ്പുകളിലെത്തി തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ചറിയും. അൻവർ പാലേരി, 24 ദോഹ. കുവൈറ്റിലെ അബ്ബാസിയിൽ മലയാളി ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. എറണാകുളം സ്വദേശി ബിൻസി, ഭർത്താവ് കണ്ണൂർ സ്വദേശി സൂരജ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഗിരീഷ് ചേരുന്നുണ്ട് കുവൈറ്റിൽ നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ?
ഉന്മേഷ്, കുവൈറ്റ് അബ്ബാസിയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ സമീപം താമസിക്കുന്ന മലയാളി ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. പെരുമ്പാവൂർ മണ്ണൂർ സ്വദേശിനി ബിൻസി, കണ്ണൂർ സ്വദേശി സൂരജ് എന്നിവരാണ് മരിച്ചത്. പ്രാരംഭ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് സൂചന. രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് വാതിൽ തകർത്ത് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ബിൻസിയുടെ മൃതദേഹം തറയിൽ രക്തത്തിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് റൂമിന്റെ മറ്റേ ഭാഗത്ത് സൂരജിന്റെ മൃതദേഹവും കണ്ടെത്തി. തലേന്ന് രാത്രിയിൽ വഴക്കിന്റെയും നിലവിളിയുടെയും ശബ്ദം കേട്ടതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുമുണ്ട്. സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലും അതേസമയം ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലും സ്റ്റാഫ് നഴ്സായി വർഷങ്ങളായി ജോലി ചെയ്തിരുന്നവരായിരുന്നു. ഇവർക്ക് 2 മക്കളുമുണ്ട്. ഇരുവരും നാട്ടിലാണ്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. ഉന്മേഷ്. ശരി, ഗിരീഷാണ് കുവൈറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 USA സീ ടു സ്കൈ പദ്ധതിയുടെ ഭൗമദിനാഘോഷങ്ങൾ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനകൾ ഒന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണുമായി കൈകോർത്താണ് 3ാം തവണയും കേരള ഹൌസിൽ ഭൗമദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. 24 ഹൂസ്റ്റൺ ബ്യൂറോയിൽ നിന്ന് മിഖായൽ ജോയി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൂസ്റ്റണിൽ 24 സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭൗമദിന ആഘോഷങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റന്റെ ആസ്ഥാനമായ കേരള ഹൗസിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭൗമദിന ആഘോഷങ്ങൾ നിരീക്ഷിക്കുവാനും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുവാനും വേണ്ടിയിട്ട് സ്റ്റഫോർഡ് സിറ്റി മേയർ ശ്രീ കെൻ മാത്യു, ഫോർട്ട് ബെൻഡ് സിറ്റി കൗണ്ടി ജഡ്ജ് ശ്രീ സുരേന്ദ്ര കെ പട്ടേൽ എന്നിവർ എത്തിയിരുന്നു. ലോക ഭൗമദിനം അതിന്റെ ഭാഗമായി നടത്തുന്ന ഈ ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് 3ാം തവണയാണ് 24 USAയും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണും ഭൗമദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആർട്ട് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന ഏകദേശം 50 കുട്ടികളോളം ഇത് പല ഗ്രേഡിലായിട്ട് പങ്കെടുക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഭൗമദിന ആഘോഷങ്ങൾക്ക് സാധിച്ചതായി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോസ് കെ ജോൺ, സീ ടു സ്കൈ കോർഡിനേറ്റേഴ്സായ മിഖായൽ ജോയ്, ജിജു കുളങ്ങര എന്നിവർ സംസാരിച്ചു. സേവ് ദ എർത്ത് ആശയത്തിൽ പെയിന്റിംഗ് മത്സരവും ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി മാഗിൽ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഫ്യൂച്ചർ ഓഫ് ദി ഹ്യൂമാനിറ്റി ഈസ് ഗോയിങ് ടു ബി in a better position than we destroying it. ഭൂമിയെ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ സംരംഭത്തിന് 240th ഡിസ്ട്രിക്ട് കോർട്ടിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൂസ്റ്റണിൽ നിന്നും മിഖായൽ ജോയ്, 24 USA. UAE സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലെ ഡിജിറ്റൽ സംഭരണ സംവിധാനങ്ങൾക്കായി പുതിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായി ലുലു ഓൺ എന്ന പേരിലാണ് പുതിയ പ്ലാറ്റ്ഫോം. സർക്കാരിന്റെ ഡിജിറ്റൽ സംഭരണ സിസ്റ്റം പഞ്ചൌട്ട് പ്ലാറ്റ്ഫോമുമായി ചേർന്നാണ് ലുലു ഓൺ പ്രവർത്തിക്കുക. ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അണ്ടർ സെക്രട്ടറി മറിയം മുഹമ്മദ് അൽ അമീരി, ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA എന്നിവർ ചേർന്നാണ് കരാറിൽ ഒപ്പിട്ടത്. കരാർ പ്രകാരം സർക്കാരിന്റെ ഡിജിറ്റൽ സംഭരണ സിസ്റ്റം പഞ്ചൌട്ട് പ്ലാറ്റ്ഫോമുമായി ചേർന്ന ലുലുവിന്റെ പുതിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ലുലു ഓൺ പ്രവർത്തിക്കും. പഞ്ചൌട്ട് സംഭരണ സംവിധാനത്തിൽ സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് തന്നെ ലുലുവിന്റെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനാകും. ശക്തവും സുതാര്യവുമായ ഫിനാൻഷ്യൽ സിസ്റ്റം ഉറപ്പാക്കുന്നതിന് കരുത്ത് പകരുന്നതാണ് ലുലുവുമായുള്ള സഹകരണമെന്ന് UAE മന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനി പറഞ്ഞു. സർക്കാർ സ്വകാര്യ പങ്കാളിത്തം UAEയുടെ വികസനത്തിന് കരുത്തേകുമെന്നും UAE മന്ത്രാലയങ്ങളുമായി സഹകരിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. 35 വിഭാഗങ്ങളിലായി 1.25 ലക്ഷത്തോളം ഉൽപ്പന്നങ്ങൾ ലുലു ഓൺ പ്ലാറ്റ്ഫോമിലൂടെ ഓർഡർ ചെയ്യാനാകും. 24 ദുബായ്. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി. വൈവിധ്യമാർന്ന രുചികൾക്കൊപ്പം ആകർഷകമായ സമ്മാനങ്ങളും ചേർത്താണ് ഇത്തവണത്തെ ഫുഡ് ഫെസ്റ്റിവൽ. മെയ് 10 വരെ നീണ്ടു നിൽക്കും. അറേബ്യൻ മണ്ണിൽ ലോക രുചിപ്പെരുമകൾ ഒരു കുടക്കീഴിൽ നിരത്തുന്നതാണ് ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ. വൈവിധ്യമാർന്ന രുചികൾക്കൊപ്പം ആകർഷകമായ സമ്മാനങ്ങളും കൂടി ചേർത്താണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇത്തവണത്തെ ഫുഡ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണ രുചിക്കൂട്ടുകൾ, ഭക്ഷണ വിഭവങ്ങളെ മുൻനിർത്തിയുള്ള വിനോദ കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന ഈ രുചിമേള. The long-awaited World Food Festival is back in Lulu. We want all of our customers and guests to take the opportunity of this period. A lot of offers, promotions are running. A lot of activities for children and kids are happening.
across all the branches. ആഘോഷങ്ങളുടെ ഭാഗമാകുന്ന ഭാഗ്യവന്മാരെ കാത്തിരിക്കുന്നത് ലോകത്തെ ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമായ ചെങ്കടൽ തീരത്തെ റിസോർട്ടിലുള്ള അവധിക്കാല താമസമാണ്. ഇതിനു പുറമെ 1 കിലോ സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കുന്ന വമ്പൻ പദ്ധതികളും ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ലൈവ് കുക്കിംഗ് ഷോകളും അതോടൊപ്പം തന്നെ സെലിബ്രിറ്റി ഷെഫുമാരും ഒട്ടനവധി ആൾക്കാരും അടങ്ങുന്ന അവരുടെ ട്രെൻഡി റെസിപ്പികൾ അതുപോലെ കുക്കിംഗ് ഷോകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനും രുചിച്ചറിയുവാനും ഫുഡ് ഫെസ്റ്റിവലിൽ സാധിക്കുന്നതാണ്. ഡെയിലി മില്ലിനേഴ്സ് പ്രോഗ്രാമും ചെങ്കടൽ തീരത്തുള്ള ആഡംബര ഹോട്ടലിൽ താമസ സൗകര്യവും 1 കിലോ ഗോൾഡും ഫുഡ് ഫെസ്റ്റിവലിന്റെ വളരെ വേറിട്ട ഒരു അനുഭവമാക്കി. ദമാമിൽ കാർഷിക മന്ത്രാലയ മേധാവി എഞ്ചിനീയർ വലീദ് അൽ ഷുവൈദർ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ലുലു കിഴക്കൻ പ്രവിശ്യ റീജിയണൽ ഡയറക്ടർ മൊയ്സ് നൂറുദ്ദീൻ, കൊമേഴ്ഷ്യൽ മാനേജർ ആസിഫ് ഹക്കീം, സൗദി മാനേജർമാരായ മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ ബുബുഷൈത്ത്, സായിദ് ബത്തേൻ അൽ സുബൈ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ലൈവ് കുക്കിംഗ് ഷോകളും വേറിട്ട രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുന്ന സെക്ഷനുകളും പാചക മത്സരങ്ങളുമായെല്ലാം സൗദിയിലെ ലുലു ഉപഭോക്താക്കൾക്ക് ഇനിയുള്ള 2 ആഴ്ച ആഘോഷങ്ങളുടെ കാലമായിരിക്കും. ലോക രുചികളുടെ ആഘോഷം മാത്രമല്ല വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ എന്നും, മറിച്ച് ഒരു വലിയ സമൂഹത്തിൻ്റെയും ക്രിയാത്മകതയുടെയും മൂല്യങ്ങളുടെയും ആഘോഷം കൂടിയാണെന്നും ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഷഹി മുഹമ്മദ് പറഞ്ഞു. സൗദിയിലെ ലുലുവിലെത്തുന്ന ഓരോ കുടുംബത്തിനും ഭക്ഷണപ്രേമികൾക്കും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കുന്ന ഈ വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ. സുബൈറുദ്ദീനൂർ, 24 ദമാം. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കമായി. ലുലു അൾറായ് ഔട്ട്ലെറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ദക്ഷിണേന്ത്യൻ നടി മഹിമ നമ്പ്യാർ, മാസ്റ്റർ ഷെഫ് ഇന്ത്യ ഫൈനലിസ്റ്റ് ഗുൽകിരത് സിംഗ്, അറബി ഷെഫ് മൊന മാബ്രെ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും 2 ആഴ്ച നിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ നടക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വിവിധ ലോക ഭക്ഷണ സമ്പ്രദായങ്ങൾ അവതരിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ ആകർഷക ഓഫറുകൾ, ലൈവ് കുക്കിംഗ് ഷോകൾ, മത്സരങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതുമയാർന്ന പരീക്ഷണങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സെലിബ്രിറ്റി ഷെഫ്മാർ പങ്കെടുക്കുന്ന ലൈവ് കുക്കിംഗ്, ഗ്ലോബൽ ഫുഡി, ബിരിയാണി വേൾഡ്, ദേശി ദബ, നാടൻ തട്ടുകട, ഹെൽത്തി ഈറ്റ്സ്, കേക്ക്സോ കുക്കീസ് തുടങ്ങിയ തീം പ്രമോഷനുകൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. ജിദ്ദയിൽ പരപ്പനങ്ങാടിക്കാരുടെ കൂട്ടായ്മയായ ജബ് മാസിന്റെ നേതൃത്വത്തിൽ പരപ്പനാട് നാട്ടുരുമ സംഘടിപ്പിച്ചു. ചെയർമാൻ മുനീർ നഹ ചെട്ടിപ്പടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തൽഹദ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഷൂട്ടൌട്ട്, വടംവലി, ബോളിംഗ് തുടങ്ങിയ മത്സരങ്ങൾക്ക് പുറമെ കുട്ടികളെയും സ്ത്രീകളെയും പങ്കെടുപ്പിച്ച് കലാകായിക വിനോദ പരിപാടികൾ നടന്നു. ജിദ്ദയിലെ പ്രമുഖ ഗായകർ അണിനിരന്ന ഗാന സന്ധ്യയും ഉണ്ടായിരുന്നു. 4 നൂറ്റാണ്ട് UAEയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിറസാന്നിധ്യമായ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ 22ാമത് ബിരുദദാന ചടങ്ങ് ദുബായിൽ നടന്നു. വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ 510 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കോളേജ് പ്രസിഡന്റും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര, ഡീനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രൊഫസർ കോപ്പ് മുഹമ്മദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ലോകത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അഭിമാനം വിഴിഞ്ഞം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ശശി തരൂർ MP തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണാനായി 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രി കടന്നുപോകുന്ന പാതയിൽ തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ രംഗത്തെത്തി. വെള്ളയമ്പലത്തെ KSB ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി വിവാദം മുറുകുകയാണ്. പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലാണ് മുന്നണികളുടെ വാക്പോര്. വൈകി വന്ന ക്ഷണം നിരസിക്കുകയാണെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക്? ഇതേ ചൊല്ലി വിവാദങ്ങൾ അലയടിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് LDF തട്ടിയെടുക്കുന്നു എന്നാണ് UDF പരാതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കൊടുക്കാനും വാങ്ങാനും പറ്റുന്നതല്ല. അത് ജനങ്ങൾ നൽകേണ്ടതാണ്.
വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റില്ല. ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമുണ്ട്. ഞാനതിന് ദുഃസാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും UDF മറച്ചുവെക്കുന്നില്ല. വിഴിഞ്ഞത്തേക്ക് ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും, ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ LDFന്റെ നിശ്ചയദാർഢ്യമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: അതേസമയം വിഴിഞ്ഞത്ത് പദ്ധതിയിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഫ്ലക്സുകളും നിരന്നു. വാക്കുപാലിച്ചെന്ന് CPIM. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച BJPയും വിഴിഞ്ഞത്ത് ഫ്ലക്സുകൾ നിരത്തി. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.